നിയോഗത്താലി. ബ്രോക്കർ നാരായണൻ ഇന്ദിരയും മാധവനെയും നോക്കി സാവധാനം പറഞ്ഞു തുടങ്ങി. ചേച്ചി കരുത്തും പോലെ ശ്രീനന്ദ ആ സ്ത്രീയുടെ കുട്ടിയല്ല കേട്ടോ. പെട്ടെന്ന് നാരായണന്റെ വായിൽ നിന്ന് വീണ വാക്കുകൾ വിശ്വസിക്കാനാകാത്തതുപോലെ ഇന്ദിര അയാളെ നോക്കി. ഇത് അവരുടെ കുട്ടിയല്ലെന്നോ? പിന്നെ ആ കുട്ടി ആരുടേതാണ്? അത് അവരുടെ ഭർത്താവ് സജീവൻ കവലയിൽ പലചരക്ക് കട നടത്തുകയാണ്. അയാളുടെ പെങ്ങളുടെ മകളാണ് ശ്രീനന്ദ. സജീവന്റെ പെങ്ങൾ ശ്രീദേവി വർഷങ്ങൾക്ക് മുൻപ് ഒരുത്തൻ്റെ ഒപ്പം ഇറങ്ങിപ്പോയി. അവൾക്ക് അയാളിൽ ഉണ്ടായ കുട്ടിയാണിത്. പിന്നീട് മറ്റൊരു സ്ത്രീയെ കണ്ടപ്പോൾ അയാൾ ആ വഴി പോയി. അങ്ങനെ പെങ്ങളും മകളും വഴിയാധാരമായപ്പോൾ സജീവൻ പോയി അവരെ അയാളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഈ കുട്ടിക്ക് 5 വയസ്സുള്ളപ്പോൾ കുട്ടിയുടെ അമ്മ മരിച്ചു. പിന്നീട് ഈ വീട്ടിൽ നിന്ന് ആ കുട്ടി വളർന്നത്. അത്രയും കേട്ടപ്പോൾ തന്നെ ഇന്ദിര മൂക്കത്ത് വിരൽ വെച്ചു. അന്നു മുതൽ ഈ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം സജീവനും സിന്ധുവും ചേർന്നാണ് നോക്കി നടത്തിയത്. ഇപ്പോൾ ആ കുട്ടിയെ പഠിക്കാൻ സമ്മതിക്കുന്നില്ല സിന്ധു. പഠിക്കാൻ മിടുമിടിക്കുകയാണ്. 10ാം ക്ലാസ്സിലൊക്കെ നല്ല മാർക്കുണ്ടായിരുന്നു. അവളുടെ പഠനം മുടക്കാൻ വേണ്ടിയാണ് അവളുടെ അമ്മായി ആ കുട്ടിയെ ഇപ്പോൾ വിവാഹം കഴിപ്പിക്കാൻ നോക്കുന്നത്. എന്നോട് വേറെയും ആലോചന നോക്കാൻ പറഞ്ഞിട്ടുണ്ട് സിന്ധു. പിന്നെ പ്രത്യേകം പറഞ്ഞു, നോക്കുമ്പോൾ എന്തെങ്കിലും വൈകല്യങ്ങളുള്ള ചെറുക്കനോ പ്രായക്കൂടുതലുള്ള ചെറുക്കനോ അങ്ങനെയുള്ളവർ മാത്രം മതിയെന്ന്. അങ്ങനെയുള്ളവർക്കാകുമ്പോൾ സ്ത്രീധനം കൊടുക്കാതെ വിവാഹം കഴിപ്പിച്ചു വിടാലോ. അതാണ് അവർ കരുതിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ആ കുട്ടിയെ അഥർവ്വമോന് വേണ്ടി നോക്കിയില്ലെങ്കിൽ പോലും മറ്റാരെങ്കിലും ആ കുട്ടിയെ ഉറപ്പായും വിവാഹം കഴിക്കും. വരുന്ന 1-2 ആഴ്ചകൾക്കുള്ളിൽ അവളുടെ വിവാഹം നടത്തിയിരിക്കും. അത്രയ്ക്ക് പകയും ദേഷ്യവുമാണ് അവർക്കിപ്പോൾ ആ കുട്ടിയോട്. കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ തരിച്ചിരിക്കുകയാണ് ഇന്ദിരയും മാധവനും. എന്തൊക്കെ കാര്യങ്ങളാണ് തങ്ങൾക്ക് ചുറ്റുമുള്ള ഈ ലോകത്ത് സംഭവിച്ചിരിക്കുന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞു. വീട്ടിൽ വന്നിട്ടും ഇന്ദിരയുടെ മനസ്സിൽ നിന്നും ശ്രീനന്ദയുടെ മുഖം മാഞ്ഞുപോയില്ല. അത്രമേൽ ചൈതന്യമുള്ള മുഖം, തന്നെ നോക്കിയ നിഷ്കളങ്കമായ നോട്ടം. ഒരു ചെറിയ കുട്ടിയുടെ നിഷ്കളങ്കതയോടെ നിന്നവളോട് എന്തെന്നില്ലാത്ത അലിവ് തോന്നിപ്പോയി. പഠിക്കാൻ മിടുക്കിയായ കുട്ടി. തീർച്ചയായും ഒരു സപ്പോർട്ട് കിട്ടിയാൽ ഉറപ്പായും പഠിച്ച് നല്ലൊരു നിലയിലെത്തും. സമൂഹത്തിന് മാതൃകയാക്കാൻ കഴിയുന്നവൾ. രാത്രി കിടക്കാൻ നേരം മാധവൻ അരികിലേക്ക് വന്നപ്പോൾ എന്തൊക്കെയോ ആലോചനകളോടെ ഇരിക്കുകയാണ് ഇന്ദിര. എന്താണ് ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്നത്? മാധവൻ അവരോടായി ചോദിച്ചു. അല്ല മാധവേട്ട, ഞാൻ ഓർക്കുമായിരുന്നു, ഇന്ന് നമ്മൾ അഥർവിനു വേണ്ടി കാണാൻ പോയില്ലേ ഒരു കുട്ടി. ആ കുട്ടിയെപ്പറ്റി. താൻ ഇതുവരെ ആ കാര്യം വിട്ടുകളഞ്ഞില്ലേ? അതൊക്കെ വിടടോ. നമുക്ക് മറ്റേതെങ്കിലും ഒരു പെൺകുട്ടിയെ അന്വേഷിക്കാം, അഥർവിനൊരു കൂട്ടായിട്ട്. ആ കുട്ടിയുടെ ഭാവി അതിനി എന്തായി തീരും? അതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ചിലപ്പോൾ ഞാനൊരു അധ്യാപിക കൂടി ആയതുകൊണ്ടാകും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഞാനിപ്പോൾ എന്തു ചെയ്യണം? ആ കുട്ടിയെ സ്പോൺസർ ചെയ്യണോ? മാധവൻ ചോദിച്ചു. എനിക്ക് തോന്നില്ല അതിനാ കുട്ടിയുടെ അമ്മായി സമ്മതിക്കുമെന്ന്. ബ്രോക്കർ നാരായണന്റെ വർത്താനം കേട്ടിട്ട് അവൾക്ക് നല്ലത് സംഭവിക്കാൻ അവർ സമ്മതിക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഞാൻ വിചാരിക്കുകയാണ് മാധവേട്ട, നമുക്ക് ശ്രീനന്ദയെ നമ്മുടെ അഥർവിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാലോ? മാധവൻ ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റു ഇന്ദിരയുടെ ചോദ്യം കേട്ടുകൊണ്ട്. നീ എന്തൊക്കെയാ പറയുന്നത്? നിനക്ക് തലയ്ക്ക് ഭ്രാന്തായോ? നാട്ടുകാരോ കുടുംബക്കാരോ ആരെങ്കിലും അറിഞ്ഞാൽ തന്നെ അവരുടെ ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി പറയും? ഇത്രയും പ്രായമുള്ള മകനു വേണ്ടി ഒരു കൊച്ചു പെണ്ണിനെ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. നമ്മുടെ ദേവുവിൻ്റെയും ഗീതുവിൻ്റെയും പ്രായമേ ഉള്ളൂ ആ കുട്ടിക്ക്. നീ അത് ഓർക്കണം. മാധവൻ പറഞ്ഞു നിർത്തി. ദേവികയും കീർത്തനയും അയാളുടെ ഏറ്റവും ഇളയ പെങ്ങളുടെ മക്കളാണ്. ഇരട്ടക്കുട്ടികളാണവർ. രണ്ടുപേരും ശ്രീനന്ദയെ പോലെ തന്നെ ഈ കൊല്ലം +2 ആണ്. അറിയാം മാധവേട്ട, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എനിക്കറിയത്തില്ല, ആ കുട്ടിയെ അവിടെ ഉപേക്ഷിച്ച് പോരാൻ എനിക്ക് മനസ്സ് തോന്നില്ല. അത് മറ്റാരുടെയെങ്കിലും ജീവിതത്തിൽ എത്തിപ്പെട്ട് ഒന്നുമല്ലാതായി പോകുന്നതിലും എത്രയോ നല്ലതാണ് നമ്മുടെ അഥർവ്. അഥർവിനല്പം പ്രായക്കൂടുതലുണ്ട്, അത് ശരി തന്നെയാണ്. ഒന്നുമില്ലെങ്കിലും സമയാസമയം ഭക്ഷണവും സമാധാനവും നമുക്ക് കിട്ടുമല്ലോ. ആ കുട്ടിക്ക് കിട്ടുമല്ലോ. ഒരുപക്ഷെ ഈ വീട്ടിൽ ജീവിച്ചാൽ ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകും. എന്തായാലും അവൻ
നമ്മുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചാൽ പോലും പെട്ടെന്നൊരു കുടുംബജീവിതമൊന്നും അവൻ്റെ മനസ്സിൽ പോലും ഇല്ലാത്ത കാര്യമാണ്. ആ സമയം കൊണ്ട് ശ്രീ എവിടെ നിന്ന് പഠിക്കട്ടെ. നമുക്ക് അവളെ നന്നായി പഠിപ്പിക്കാം. പഠിച്ച് നല്ലൊരു ജോലി വാങ്ങട്ടെ അവൾ. ശേഷം അഥർവിനെ ഭർത്താവായി സ്വീകരിക്കാൻ അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരൊന്നിച്ച് ജീവിക്കട്ടെ. അല്ലെന്നുണ്ടെങ്കിൽ അവളെ നമുക്ക് അവളുടെ ഇഷ്ടത്തിന്. ബാക്കി പറയാനാവാതെ ഇന്ദിര നിർത്തി. നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ദിര സംസാരിക്കുന്നതെന്ന് മാധവനറിയാം. പക്ഷെ ഇതിനെ ചൊല്ലി ഇനി കുടുംബത്തിലും അതിനു പുറത്തും ഉണ്ടാകാൻ പോകുന്ന ചർച്ചകളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അയാൾക്ക് തല പുകഞ്ഞു. അതർ പറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന വഴക്കുകളെക്കുറിച്ച് ഓർത്തപ്പോൾ മാധവന് വീണ്ടും തലപെരുത്തു. ഇന്ദിരയും മാധവനും അഥർവിനോട് കുട്ടിയുടെ പ്രായത്തിനെക്കുറിച്ച് പറയാതിരിക്കാൻ തീരുമാനിക്കുന്നു. പ്രായവും കുട്ടിയുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഒന്നും അവനോട് പറയണ്ടെന്നവർ കരുതി. പിറ്റേന്ന് രാവിലെ ആഹാരം കഴിക്കാനായി അഥർവ് ഡൈനിങ് ഹാളിൽ വന്നപ്പോൾ ഇന്ദിരയും മാധവനും അഥർവിനോട് വിവാഹകാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു. അഥർവ് എന്തായാലും ഒരു വിവാഹത്തിന് സമ്മതിക്കാമെന്ന് വാക്ക് തന്നത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? എനിക്കൊരു വാക്കേ ഉള്ളൂ. അതുകൊണ്ട് പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഞാനിനി പിന്നോട്ടില്ല. അത്രയും പറഞ്ഞു നിർത്തിയ അഥർവ് ഇന്ദിരയും മാധവനെ നോക്കി. നിനക്ക് വേണ്ടി ഒരു കുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട്. അല്പം വിക്കലോടെ ഇന്ദിര പറഞ്ഞു. അഥർവിന്റെ ഭാഗത്തു നിന്ന് ഒരു മൂളൽ മാത്രമാണ് അവർക്ക് മറുപടിയായി കിട്ടിയത്. കുട്ടിയുടെ പേരെന്താണെന്നോ എന്ത് ചെയ്യുന്നു അങ്ങനെ യാതൊരുവിധ ചോദ്യങ്ങളും അവന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ആ കുട്ടി ഇന്ദിര എന്തോ പറഞ്ഞു. ആ സമയത്ത് അഥർവ് കൈ ഉയർത്തി അവരെ തടഞ്ഞു. സമയവും മുഹൂർത്തവും എപ്പോഴാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ വന്ന് വിവാഹം കഴിക്കാം. അത്രമാത്രം പറഞ്ഞുകൊണ്ടവൻ ആഹാരത്തിന് മുമ്പിൽ നിന്ന് എണീറ്റു. ഇന്ദിരയ്ക്ക് കണ്ണു നിറഞ്ഞു വരുന്നുണ്ട് മകന്റെ ആ പ്രവൃത്തിയിൽ. എങ്കിലും അവർ സംയമനം അതേസമയം ശ്രീനന്ദയുടെ വീട്ടിൽ അവളെ ഒന്നും രണ്ടും പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ് സിന്ധു. ഒരു സുന്ദരിക്കോത, ഭൂലോക രംഭ. എന്തൊക്കെയായിരുന്നടി, ഇപ്പൊ തീർന്നില്ലേ നിന്റെ അഹങ്കാരം? നിന്റെ സൗന്ദര്യത്തിന്റെ മതിപ്പ് കൊണ്ടാ നിന്നെ വേണ്ടെന്നവർ പറഞ്ഞത്. രണ്ടാം കെട്ടുകാരനായ അവരുടെ മകനു വേണ്ടി പോലും നിന്നെ വേണ്ടെന്ന് പറഞ്ഞു. ഇനി ആരും വന്ന് കെട്ടിയെടുത്തോണ്ട് പോകും. ആരുടെങ്കിലും തലയിലാക്കി പറഞ്ഞുവിടാന്ന് കരുതിയാൽ അതിനും സമ്മതിക്കില്ല. നശൂലം. അന്ന് ചാകാൻ പോയപ്പോ ഈ ശ്രീദേവിക്ക് ഈ നശൂലത്തിനെ കൂടി അവൾക്കൊപ്പം കൊണ്ടുപോകാൻ മേലായിരുന്നോ? ബാക്കിയുള്ളവരുടെ തലയ്ക്ക് ഭാരവാകാൻ അതിനെ ഇവിടെ ഇറക്കി വിട്ടിട്ട് പോയി. കണ്ണീർ വാർത്ത് തിരിച്ചൊന്നും പറയാനാവാതെ ചുമർച്ചാരി നിന്ന് ശ്രീനന്ദ. ആരും കെട്ടിയെടുത്തോണ്ട് പോയില്ലെങ്കിലും സ്വയം ഒതുക്കിക്കൂടെ നിനക്ക്? അതും പറഞ്ഞുകൊണ്ട് സിന്ധു നേരെ നോക്കിയത് സജീവന്റെ മുഖത്തേക്കാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ അയാളെ അവിടെ കണ്ടതും സിന്ധു പരിങ്ങി. സജീവേട്ടൻ ഇന്ന് നേരത്തെ വന്നോ? സജീവനെ നോക്കി പരിങ്ങലോടെ സിന്ധു ചോദിച്ചു.